കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിൽ നിന്നും ഇങ്ങ് വടക്കിൻ്റെ വെനീസായ ആംസ്റ്റർഡാമിലാണ് ഞാനിന്ന് വന്ന് നിൽക്കുന്നത്. ആംസ്റ്റർഡാമിൽ നാം ഇന്ന് കാണുന്ന പല മനോഹരമായ കനാലുകളും കെട്ടിടങ്ങളും ഒക്കെ 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ആംസ്റ്റർഡാം ആയിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം. 17-ാം നൂറ്റാണ്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആംസ്റ്റർഡാം എന്ന നഗരം ലോക വ്യാപാരത്തിൻ്റെയും ധനകാര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും ശക്തമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ആപ്പിൾ, ഗൂഗിൾ ഇവയൊന്നും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൂല്യം ആപ്പിളുമായി താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആപ്പിളിൻ്റെ ഇരട്ടിയോളം വരും. ഇനി ഗൂഗിളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൂല്യം ഏകദേശം 3 ഇരട്ടിയോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ചരിത്രകാരന്മാരുടെയും സാമ്പത്തിക ഗവേഷകരുടെയും കണക്കുകൾ പ്രകാരം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളിലൊന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇനി ആലപ്പുഴയിലെ ഡച്ചുകാരുടെ സ്വാധീനം നോക്കാം. ആലപ്പുഴയിലെ ഡച്ചുകാരുടെ സ്വാധീനം പ്രധാനമായും വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലുമായിരുന്നു. അക്കാലത്ത് പോർച്ചുഗീസുകാരുടെ ശക്തി കുറഞ്ഞപ്പോൾ ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ആലപ്പുഴയിലെ പുറക്കാട്, കായംകുളം, കരപ്പുറം എന്നീ രാജ്യങ്ങളുമായി ഉടമ്പടികൾ ഉണ്ടാക്കി. കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിക്കായി അവിടെ ഫാക്ടറികളും ഗോഡൌണുകളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തു. അതുകൂടാതെ ഡച്ചുകാർ പ്രാദേശിക ഭരണാധികാരികളുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.